അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബനാന കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് മൈദയോ ഒരു മെഷറിംഗ് കപ്പോ അല്ലെങ്കിൽ ബീറ്ററോ അതുപോലെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഞാൻ അരിപ്പൊടിയിലാണ് ഈ ബനാന കേക്ക് തയ്യാറാക്കുന്നത്. വീറ്റ് അലർജി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ മൈദ വെച്ച് തയ്യാറാക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ചായ കുടിക്കുന്ന 250 ml അളവിലുള്ള ഒരു ചായക്കപ്പാണ്. അതിന് 1 കപ്പ് ഫൈൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് അപ്പം, ഇടിയപ്പം, പത്തിരിയൊക്കെ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. നന്നായി പഴുത്ത 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 റോബസ്റ്റ പഴം മതിയാകും. ഞാലിപ്പൂവനോ പാളയംകോടനോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള പഴം 3 4 ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഉരുക്കിയ 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ആ അളവ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചായക്കപ്പിനാണ്. പിന്നെ ഒരു വലിയ സ്പൂണിന് ഒരു 4-5 സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ, വെള്ളത്തിന് പകരം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 5 ml 1 ടീസ്പൂൺ ബനാന എസൻസും വാനില പൗഡറും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി പട്ട പൊടിച്ചതും ഏലക്ക പൊടിച്ചതുമാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വീതം. 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ml ആണ് ഈ ടീസ്പൂൺ കണക്ക് നമ്മൾ പറയുമ്പോൾ 5 ml അളവാണ്. അപ്പോൾ ചെറിയ മരുന്ന് കൊടുക്കുന്ന മെഷറിങ് അളവുണ്ടല്ലോ, അത് മതിയാകും നമുക്ക്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോബസ്റ്റയാണ് എടുത്തെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ റോബസ്റ്റ പഴമാണ്, അതുകൊണ്ട് 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 2 മതിയാകും. ഞാലിപ്പൂവനോ പാളയംകോടനോ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 4 വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത മുട്ട ചേർത്ത് കൊടുക്കരുത്. പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എസൻസുകളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബനാന എസൻസ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് നന്നായി മെൽറ്റ് ആവുന്നവരെ അത് അടിച്ചെടുക്കണം. പഞ്ചസാരയും പഴമൊക്കെ നന്നായിട്ട് അരച്ച് വരണം. അതൊന്ന് അരിച്ചെടുക്കാം. അത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പട്ട പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി വരും. 1-2 പ്രാവശ്യം നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പഴവും പഞ്ചസാര കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് അരിപ്പൊടിയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം വേണം, അത് അരയ്ക്കാൻ വരുവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പാലെടുത്ത് വെച്ചിരിക്കുന്നത്. പാല് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഈ ബേറ്റർ തയ്യാറാക്കുമ്പോൾ വരുന്നത്. ഇത് മിക്സിയിൽ അടിച്ച് മാത്രമല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ അത് വറുത്ത അരിപ്പൊടിയായിരിക്കും. വറുത്ത അരിപ്പൊടി കുറച്ചുകൂടെ വെള്ളം അബ്സോർബ് ചെയ്യുന്നുള്ളത് കൊണ്ടും കൂടെയാണ് നമുക്ക് ഒരല്പം കൂടെ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അരിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ലോഫ് പാനാണ്. അതിലാദ്യം ഞാനൊന്ന് ബട്ടർ തൂത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം എല്ലായിടത്തും ബട്ടർ നന്നായി തൂത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ ഒന്ന് മുറിച്ച്, അതിൻ്റെ സൈസിൽ മുറിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒന്നുകൂടെ ഒരു കോട്ട് ബട്ടറും കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്
മാവ് ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണമായിരുന്നു. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് തട്ടി കൊടുക്കാം. നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കണം. ഇതിന് 40 മുതൽ 50 മിനിറ്റ് വരെ 180 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു 40-45 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കേക്ക് തയ്യാറായോ എന്നൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കണം. ടൂത്ത് പിക്ക് ഒന്നും പറ്റാതെ തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. ഞാനിവിടെ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി തണുത്തതിന് ശേഷമാണ് ഞാൻ മോൾഡിൽ നിന്ന് മാറ്റിയെടുത്തത്. നല്ല സോഫ്റ്റ് കേക്കാണ്, കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഡെക്കറേഷന് വേണ്ടി ജസ്റ്റ് ഞാനൊരു കുറച്ച് ഷുഗർ ഒന്ന് പൊടിച്ചതിന് ശേഷം പഞ്ചസാര പൊടിച്ച് ഒന്ന് വെതറി കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഐസിങ് ഷുഗർ ഒന്ന് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെയും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് തയ്യാറായിട്ടുണ്ട്. അത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റാണ്. നമ്മുടെ മൈദ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗോതമ്പ് പൊടി അലർജി ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ അരിപ്പൊടി കൊണ്ടും കേക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് അപ്പം ലഭിക്കുന്നത്.